ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ്റെ വലിയ പീസ്. അതല്ലെങ്കിൽ കറിക്കട്ടായാലും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരി വലിയ പീസായിരിക്കും നല്ലതല്ല. അത് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് സവാള അങ്ങനെ റഫായിട്ട് കട്ട് ചെയ്താലും മതി, സ്ലൈസ് ചെയ്തെടുത്തിട്ട് മതി. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ ചതച്ചത്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഹോൾ മസാല, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കറിയാമ്പൂ. ഏലക്കയുടെ ആ ഗ്രെയിൻസ്, അതായത് ഉള്ളിലത്തെ കുരു മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഫുള്ളായിട്ടുള്ളതാണെങ്കിൽ ഒന്ന് പൊട്ടിച്ചിടുക. ഇനി ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം എന്ന് പറയുമ്പോൾ ഈ ചിക്കൻ ഒന്ന് നികന്ന് കിടക്കുന്ന രീതിയിലുള്ള കുറച്ച് വെള്ളം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് അതിൻ്റെ സ്റ്റോക്ക് ആവശ്യമുണ്ട്. ഇനി അതിലേക്ക് ഒരിത്തിരി വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ 1 ക്യാപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഏറ്റവും സിമ്മിലൊക്കെ ഇട്ട് വിസിൽ വരാൻ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ചിക്കൻ അതിൽ കിടന്നിങ്ങനെ ഒരുപാട് വെന്ത് പോകും. അപ്പോൾ ഹൈ ഫ്ലെയിം കൊടുത്തിട്ട് ഒരു വിസിലൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഒരു വിസിൽ അടിച്ചിട്ട് ഇപ്പോൾ നല്ല എയർ ടൈറ്റായിട്ട് പെട്ടെന്ന് വേവുന്ന കുക്കറൊക്കെ ആണെങ്കിൽ സ്റ്റീം ഫുള്ളായിട്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട. അതിന് മുമ്പേ തന്നെ സ്റ്റീമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ്റെ പീസസൊക്കെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്കൊന്ന് എടുത്തു മാറ്റാം. ചിക്കൻ ഈ സമയത്ത് ഒരുപാട് പൊടിഞ്ഞും വെന്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു പെർഫെക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അധികം വേവിക്കണ്ടെന്ന് പറഞ്ഞത്. ഞാൻ എളുപ്പത്തിൽ കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന, വെറും 20 മിനിറ്റൊക്കെ മതി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുക്കർ മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. പുറത്തൊന്നും പോയി ചിക്കൻ അതുപോലെ മന്തിയൊന്നും കഴിക്കേണ്ട, എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്ത് കുട്ടികൾക്കും നമുക്കൊക്കെ കഴിക്കാൻ പറ്റും. ഇനി ചിക്കൻ്റെ പീസസ് എല്ലാം ഇതുപോലെ വലിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം വേഗം കോരി മാറ്റാനും പറ്റും. ഇനി ഈ കുക്കർ ഇവിടെ ഇരിക്കട്ടെ. അതിലേക്ക് നമ്മൾ ഞാനിപ്പോൾ ഇത് സോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു 10 മിനിറ്റ് മന്തി റൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ സെല്ല റൈസോ അല്ലെങ്കിൽ ഇന്ത്യ ഗേറ്റ് അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രാൻഡ്, എന്ന ബ്രാൻഡൊന്നുമില്ല. അതിൻ്റെ ഈ മന്തിയൊക്കെ ചെയ്യുമ്പോൾ ഈ ഗോൾഡൻ റൈസിൽ ചെയ്യണതായിരിക്കും കുറച്ച് കൂടുതൽ ടേസ്റ്റ്. അത് അരി ഇട്ട് കൊടുക്കുക, എന്നിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, എത്ര മതി. ഇനിയുണ്ടല്ലോ, ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് ഓറഞ്ചിൻ്റെ സ്കിന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ ഓറഞ്ചിൻ്റെ ഒരു സ്കിന്നിട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ ചിക്കൻ്റെ മാഗി ക്യൂബ് വേണമെങ്കിൽ മാത്രം, എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു നിർബന്ധമില്ല. കാരണം ചിക്കൻ്റെ സ്റ്റോക്ക് ഫുള്ളും ഈ വെള്ളത്തിലുണ്ട്. ഇനി എനിക്ക് അങ്ങനെ വെള്ളത്തിന് സത്യം പറഞ്ഞാൽ ഇതിനൊന്നും ഒരു അളവ് നോക്കണ ആളല്ല. ഞാനെല്ലാം ഒരു കൈയളവിൽ ചെയ്യുന്ന ആളാണ്. നിങ്ങൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള വെള്ളം കുക്കറിൽ നിന്ന് ഫുള്ള് എടുത്ത് അളന്നൊഴിച്ചോ, പേടിയുണ്ടെങ്കിൽ. എനിക്ക് പക്ഷേ ഇതൊക്കെ ഞാനങ്ങനെ കറക്റ്റായിട്ട് എപ്പോഴും ചെയ്യണേ ഉള്ളതുകൊണ്ട് അരിയുടെ ഒരു ലെവലിൽ നിൽക്കുന്ന വെള്ളത്തിൽ ഒരു വിസിലിലേക്ക് ചോറ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ചിക്കൻ മാറ്റി വെച്ച ചിക്കനിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി, കുറച്ച് ഗരം മസാല. ഇപ്പോൾ ഈ ഗരം മസാല എന്ന് വെച്ചാൽ മല്ലിയൊക്കെ കൂടുതൽ ചേർത്ത് പൊടിച്ചേക്കണതാണ് കേട്ടോ, അതാണ് ഈ ഒരു കളറിലിരിക്കുന്നത്. പിന്നെ ഒരിത്തിരി സാദാ മുളക് പൊടിയോ കാശ്മീരി ചില്ലിയോ ചേർത്ത് കൊടുക്കുക. ഒരിത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളകിൻ്റെ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം ഒരു എരിവെന്ന് പറയാനായിട്ട് ഇതിൽ കുരുമുളക് മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് ബട്ടർ, കാരണം ഈ ചിക്കൻ്റെ എല്ലാ അതിൻ്റെ ആ എസൻസ് ഫുള്ളും ആ വെള്ളത്തിലേക്കായില്ലേ. അപ്പോൾ അതിലേക്ക് ഒരിത്തിരി ബട്ടറും ഇത്തിരി സൺഫ്ലവർ ഓയിലും ഒക്കെ ചേർത്ത് ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ചിക്കൻ നല്ലൊരു ഫ്ലേവറിലും ടേസ്റ്റിലും കിട്ടും. അതുപോലെ തന്നെ ചിക്കൻ്റെ ആ മാഗി ക്യൂബ് ഇതിലേക്ക് ഇത്തിരി ചേർത്ത് ചിക്കനിലേക്കും കൂടി ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ റൈസ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസ് സ്റ്റവിലുണ്ട്. അത് ഒരു വിസിൽ പോകുമ്പോൾ നമുക്ക് ഓഫാക്കണം. ഈ ചിക്കൻ ഇതിങ്ങനെ വെച്ചിട്ട് ഹൈ ഫ്ലെയിം അതിനും കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഒരു 3-4 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഒരു സൈഡ് ഒരു കളർ ചേഞ്ച് വരും. ആ ഒരു ടൈമിൽ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കണം.
ചിക്കൻ അത് ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചോ, കുഴപ്പമില്ല. അതിൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞേക്കണതാണല്ലോ. ജസ്റ്റ് ഒരു കളറ് വരാനും നമ്മളിപ്പോൾ ചേർത്ത മസാലയും ആ ബട്ടറൊക്കെ ചേർത്തിട്ട് ഒരു സ്മെല്ല് വരാനും കൂടി വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് കൂടി ചെയ്യണത്. പിന്നെ കാണാനും കുറച്ചൊരു ഭംഗിയുണ്ടാവും ഡാർക്ക് കളറിലാവുമ്പോൾ. പെട്ടെന്ന് റെഡിയായി കിട്ടും, കാരണം ചിക്കനിൽ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓയിലിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഡ്രൈ ആയി കിട്ടും. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇത്ര മതി. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ റൈസ് ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ്റെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതുപോലെ റൈസ് ഞാൻ തുറന്ന് നോക്കുകയാണ്. വിസിൽ ശരിക്കും അങ്ങ് പോയിട്ടില്ല. അത് കുഴപ്പമില്ല, ഒന്ന് അങ്ങനെ തട്ടി തട്ടി കൊടുത്ത് കളഞ്ഞാലും കുഴപ്പമില്ല. നമ്മളൊരുപാട് ടൈറ്റായിട്ടിരിക്കുന്ന കുക്കറൊക്കെ ആകുമ്പോഴേ പെട്ടെന്ന് വേവ് റെഡിയാവും. എനിക്കിപ്പോൾ കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കൈയളവിലൊക്കെ ചേർത്താലും കറക്റ്റ് പെർഫെക്റ്റായിട്ട് റൈസ് കണ്ടോ വിട്ട് വിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ധൈര്യമില്ലാത്തവർ ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഈ ചിക്കൻ്റെ സ്റ്റോക്ക് ഫുള്ള് വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഒന്ന് അളന്നൊഴിച്ചാൽ മതി, അത് കുഴപ്പമില്ല. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ, ചിക്കൻ കൂടുതലുണ്ടെങ്കിലും മുകളിൽ വെച്ച് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ എനിക്ക് ഈ റൈസിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വെക്കാൻ മാത്രമുള്ള വലിയ പീസ് ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിങ്ങോട്ട് ഫുള്ളായിട്ടും പാനിൽ ഓയിലോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ബട്ടറും ഓയിലും മസാലയും എല്ലാം അതിലുണ്ടല്ലോ, ഇതിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ റൈസിലേക്കും പ്രത്യേക അഡീഷണൽ ഓയിലൊന്നും ചേർത്തിട്ടില്ലല്ലോ. ചിക്കൻ സ്റ്റോക്കിൽ കിടന്ന് വെന്ത ആ സ്റ്റോക്കിൽ തന്നെ ഇതുപോലെ റൈസ് കുക്ക് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും ആയിരിക്കും. പിന്നെ ബാക്കി നമ്മൾ ഈ ചിക്കനിൽ ഇത്തിരി ഓയിലും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം താഴേക്ക് ഇറങ്ങി ചെന്നോളും. ഇനി ഈ മിഡിലിൽ ചെറിയൊരു പോർഷൻ അങ്ങനെ ആക്കിയിട്ട് നമുക്കിതൊന്ന് സ്മോക്ക് കൊടുക്കണം. സ്മോക്ക് ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട്. ഞാൻ ഇതുപോലെ സ്മോക്കിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു കോള് കാണിച്ചു തരാറില്ല. അതെൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് ചെയ്യാറില്ല. അപ്പോൾ ഈ ചിരട്ട വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കിക്കോട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ ചിരട്ട കത്തി അതിൻ്റെ ആ ഒരു ഫ്ലെയിമിന്. കോള് കത്തിച്ച് വെച്ചാൽ എനിക്ക് അത്രയും കൊണ്ട് പെർഫെക്റ്റായിട്ട് തോന്നാറില്ല. ഇനി ഇതിലേക്ക് ഒരിത്തിരി ഓയിലും കൂടി ചേർത്തിട്ട് തീ തന്നെ അണഞ്ഞോളും. നമ്മളിതുപോലെ കവർ ചെയ്ത് വെക്കുക. ഇനി കുക്കറിൻ്റെ ലിഡ് വയ്ക്കേണ്ട, ഇതുപോലെ ഒരു ചെറിയൊരു ലൂസുള്ളൊരു സ്റ്റീൽ പാത്രം വെച്ച് അടച്ചു വെക്കുക. സ്റ്റീമൊട്ടും അതായത് സ്മോക്കൊട്ടും പുറത്ത് പോകാതെ. പിന്നെ ഇതിലുണ്ടല്ലോ പച്ചമുളക് ഒരെണ്ണം വെച്ച് 2-3 അങ്ങനെ വെറുതെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ ഒരു മുളകുണ്ടല്ലോ ഭയങ്കര എരിവാണ്. ഇതങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റൈസിൽ മുഴുവൻ എരിവായിട്ട് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായി പോകും. അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റിയതുകൊണ്ട് ഞാൻ മുളക് വെച്ച് കൊടുത്തിട്ടില്ല. എരിവില്ലാത്ത മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മുളക് നമ്മൾ ആ ചിക്കൻ ഇട്ടില്ലേ ആ ടൈമിൽ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഈ പച്ചമുളകിന് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്. ആ സമയത്ത് ഞാൻ കുറച്ച് കുക്കുമ്പറും ക്യാരറ്റും സവാളയൊക്കെ ചേർത്തിട്ട് ഒരു സാലഡ് റെഡിയാക്കി വെച്ചതാണ് നേരത്തെ കാണിച്ചത്. ഇനി ഇതുപോലെ ഒരു 3-4 മിനിറ്റ് അതിൻ്റെ ആ സ്മോക്കൊന്ന് മാറി കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ്. ഞാനിപ്പോൾ അത് വിളമ്പി കാണിക്കുന്നില്ല, കഴിക്കാറായിട്ടില്ല. അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കുഴിമന്തി നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, പെട്ടെന്ന് റെഡി ആകില്ലേ. കുട്ടികൾക്കൊക്കെ കുഴിമന്തി വേണമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അരിയും ചിക്കനും കയ്യിൽ വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്, ഇതൊരു സൺഡേ വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ സൺഡേ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ച് ഒരു ഔട്ടിങ് ആകാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഒന്ന് പുറത്ത് പോകാനായിട്ട് റെഡി ആയതാണ്. നമ്മളിപ്പോൾ ഒരുപാട് ദൂരേക്കൊന്നും പോയില്ലെങ്കിലും കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് വെറുതെ ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒരു ഔട്ടിങ് വീക്കെൻഡിലൊക്കെ ചെയ്യണത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമായിരിക്കും. നമ്മളും വീട്ടിലെപ്പോഴും ബോറടിച്ചിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ നമ്മുടെ ജോലി തിരക്കും എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരിത്തിരി സമയം ഇതുപോലെ ഒന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു സന്തോഷം. അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി.
റോഡിലേക്ക് എത്തിയപ്പോൾ അതെ ഇതുപോലെ കുറേ ഗേൾസ് ബോയ്സ് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. എന്തോ അങ്ങനെ ഒരു പ്ലക്കാർഡ് ഒന്നും കയ്യിലില്ല, അതുകൊണ്ട് തന്നെ എന്താണെന്നൊന്നും മനസ്സിലായില്ല. സാധാരണ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഇത്തിരി തിരക്ക് കുറഞ്ഞ റോഡാണെങ്കിലും നിർത്തിയിട്ട് കുട്ടികളോടൊക്കെ ചോദിക്കും എന്താ പരിപാടി, ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെ ചോദിച്ചറിയാനൊക്കെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ. പക്ഷേ ഇതിപ്പോൾ നല്ല തിരക്കുള്ള ട്രാഫിക് ജാമുള്ള റോഡായതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ പോയി. അങ്ങനെ ബീച്ചിലൊക്കെ എത്തിയിട്ടോ. അതങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല, ഭയങ്കര തിരക്കുമായിരുന്നു. അവിടെ ചെന്നപ്പോൾ കണ്ടില്ലേ കുറേ സ്കൂൾ കുട്ടികൾ. ഈ കുട്ടികളുടെ കളി കണ്ട് ബീച്ച് കാണാനാണ് വന്നതെങ്കിലും സത്യം പറഞ്ഞാൽ ഈ കുട്ടികളുടെ കളികളായിരുന്നു ഞങ്ങളെല്ലാവരെയും ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കണം. എന്ത് സന്തോഷമെന്നറിയാം കുട്ടികൾക്ക്. അതായത് ഇവർ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഒരു 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ്, 7ഉം 8ഉം വയസ്സൊന്നൊക്കെ പ്രായമുള്ള ചെറിയ കുട്ടികൾ. അവരുടെ സന്തോഷം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ കുറേ നേരം ബീച്ചിൽ നമ്മളങ്ങനെ പിടിച്ചിരുത്തി എന്നുള്ളതാണ്. കുറേ സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കുട്ടികൾ കയറിപ്പോയത് കേട്ടോ. അപ്പോൾ അതുവരെ ഞങ്ങളവിടെ ഇരുന്ന് ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്നു ഈ പാലക്കാട് ആ സൈഡിലേക്കൊക്കെ കുട്ടികൾ ബീച്ചും വെള്ളവും ഒക്കെ ഒത്തിരി കുറവൊക്കെ ഉള്ള അല്ലേ, അങ്ങനെ തന്നെയല്ലേ സ്ഥലമായിരിക്കും. അതുകൊണ്ടാവും കുട്ടികൾക്ക് ബീച്ച് കണ്ടിട്ട് കയറി പോരാനേ തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ ഇതിവിടെ നിൽക്കണില്ലേ, അപ്പോൾ ഉപ്പ പുള്ളിയായിട്ട് സംസാരിച്ചിങ്ങനെ നടക്കുക. ആ പുള്ളി കുട്ടികളിങ്ങനെ ഭയങ്കര കെയറിങ് ആയിരുന്നു കേട്ടോ. അതൊരു പോലീസാണ് ഇവിടെ ഇൻചാർജ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ കുട്ടികളിങ്ങനെ വെള്ളത്തിലേക്ക് പോകണതുകൊണ്ട് പുള്ളി ഭയങ്കര കെയറിങ് ആയിട്ട്, ടീച്ചേഴ്സൊക്കെ ഭയങ്കര കെയറിങ് തന്നെയായിരുന്നു. കാരണം ഞങ്ങൾ ഈ പോകുന്നതിന് 2 ദിവസം മുമ്പ് അവിടെ ഒരു അപകട മരണം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സ്പെഷ്യൽ പോലീസിന് ഇട്ടതാണോ എന്താണെന്നറിയില്ല, പുള്ളി ഭയങ്കര കെയറിങ് ആയിരുന്നു. കുട്ടികൾ കയറിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ ഉപ്പയും പോലീസൊക്കെ ആയിട്ട് അങ്ങനെ സംസാരിച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു വള്ളം വന്നത് നിങ്ങൾ കണ്ടോ, കുറച്ച് ഫിഷൊക്കെ ആയിട്ട്. അപ്പോൾ ആ വള്ളം ഇങ്ങനെ കരക്കടുപ്പിച്ചപ്പോൾ ആളുകളൊക്കെ പോയി ഫിഷൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും, കാരണം നമ്മുടെ കൈ കിട്ടുന്നതൊക്കെ ഐസൊക്കെ ഇട്ടിട്ടുള്ള മീനാണല്ലോ, ഇതാകുമ്പോൾ ഫ്രഷായിട്ട് എല്ലാവരും കിറ്റിൽ വാങ്ങിക്കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ ബീച്ചിലൊക്കെ ഇരുന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ ക്ലൈമറ്റും വലിയ കുഴപ്പമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വാപ്പച്ചിയും അമ്മച്ചിയും കൂടെ ഉണ്ടായിരുന്നു. കുട്ടികൾ ഇപ്പോഴും കയറിയിട്ടില്ല. അവർക്ക് ഇതിനിടയിൽ ഫുഡും ഐസ്ക്രീമും എന്തൊക്കെയോ കൊടുത്തിട്ട് പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങണ്ടെന്ന് ടീച്ചേഴ്സ് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ട് കൈ കഴുകട്ടെ എന്നും പറഞ്ഞിട്ട് ചിരി വന്നത് കേട്ടപ്പോൾ പാവം തോന്നി. ആ കൈ കഴുകാനുള്ള ആ ഒരു കെയർ ഓഫിൽ ഒന്നും കൂടി ബീച്ചിലേക്ക് ഇറങ്ങാമല്ലോ. പിന്നെ സന്ധ്യയായപ്പോൾ ടീച്ചേഴ്സൊന്നും സമ്മതിച്ചില്ല കേട്ടോ. അതുപോലെ തന്നെ ലൈഫ് ഗാർഡും ഉണ്ടായിരുന്നു കണ്ടോ, ഇവരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. വിസിലടിച്ചിട്ട് കയറാൻ സമയമായി. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അപകടം നടന്നതുകൊണ്ട് തന്നെ ഭയങ്കര കെയറിങ് ആയിരുന്നു എല്ലാവരും. കുട്ടികൾക്ക് എത്ര കളിച്ചിട്ടും മതിയാവണില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീച്ചിൽ നിന്ന് കുറച്ച് നേരത്തെ ഞങ്ങൾ പോകുന്നതാണ്. പക്ഷേ ഈ കുട്ടികളുടെ കളി കണ്ട് എന്തോ ഭയങ്കര ഒരു സഹതാപം തോന്നി അവരെ കണ്ടിട്ട്. ആദ്യമായിട്ടൊക്കെ വെള്ളത്തിൽ കളിക്കുന്ന ആ ഒരു ഫീല് തോന്നി. എന്തായാലും ഇനിയിപ്പോൾ എല്ലാവരും വിളിച്ചകത്തേക്കൊക്കെ കയറ്റി, ഇനി ഇറങ്ങാൻ പാടില്ല, സ്ട്രിക്റ്റാണ് എന്നൊക്കെ അവിടെ പോലീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ എല്ലാവരും കയറ്റി. അങ്ങനെ ഞങ്ങളും കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്ന് രാത്രിയായി വരുന്തോറും നമുക്ക് ബീച്ചിൽ നിന്ന് പോരാൻ തോന്നില്ല. നല്ല ക്ലൈമറ്റും തണുപ്പും ഇത് നോക്കി കുട്ടികൾ വെള്ളത്തിൽ ഇങ്ങനെ, അവർ തൊട്ടടുത്ത് നിൽക്കണൊക്കെ ടീച്ചേഴ്സാണ് കേട്ടോ. ടീച്ചേഴ്സും ഉണ്ട്, സാറുണ്ട്. ഭയങ്കര കെയറിങ് ആയിട്ട് അവർ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. കുട്ടികൾ ഒരടി പോലും അപ്പുറത്തേക്ക് പോവാതെ. അങ്ങനെ ഞങ്ങളും ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇതിനിടയിൽ ഒരു ചായയൊക്കെ കുടിക്കാനൊക്കെ ഒന്ന് പുറത്തേക്ക് ഇത്തിരി കൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ചായ ബജിയെല്ലാം കിട്ടുമല്ലോ, അതൊക്കെ ഒന്ന് കഴിച്ച് സൺസെറ്റ് കഴിഞ്ഞു. പക്ഷേ ആളുകൾക്ക് പിരിഞ്ഞു പോകാനായിട്ട് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഇതുപോലെ ഈ ഗാർഡ് വന്നിട്ട് വിസിലടിച്ച് എല്ലാവരും നിർബന്ധിച്ച് ഇനി ഇറങ്ങാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റായിട്ടൊക്കെ പറയുമ്പോഴാണ് ആളുകൾ ഇങ്ങോട്ട് കയറി വരുന്നത്. അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങളും പോന്നു. അപ്പോൾ ഈ ഒരു വീക്കെൻഡ് ഇങ്ങനെ എങ്ങും കഴിഞ്ഞു പോയി. വീഡിയോ എന്താ പറയുക, നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ്സ് എല്ലാം കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ. ഇത്ര നേരം ക്ഷമയോടുകൂടി വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു.